ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ നോറ്റ് കാത്തിരുന്നൊരു കല്യാണം എന്ന് തന്നെ പറയാം. ഇത് 2025 അവസാനത്തെ കല്യാണ പാർട്ടിയും 2026 ആദ്യത്തെ കല്യാണം കൂടിയാണ്. അപ്പോൾ അവൾക്കൊരു നല്ല ഗിഫ്റ്റ് വാങ്ങാനായിട്ട് ഞങ്ങൾ നേരെ ചെന്നത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്കായിരുന്നു. എൻ്റെ മനസ്സിൽ ഒരു നല്ല സിൽവർ നെക്ലേസ് എടുക്കണമെന്നായിരുന്നു. അപ്പോൾ അതെടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് അവിടുത്തെ കളക്ഷൻസൊക്കെ നോക്കിയപ്പം നല്ല ബാങ്കിൾസ് ഉണ്ടായിരുന്നു, നല്ല ബ്രേസ്ലെറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ പണ്ടത്തെ ആ ട്രഡീഷണൽ പാറ്റേണിൽ നിന്ന് മാറി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആംഗ്ലെറ്റ്സും അവൈലബിൾ ആയിരുന്നു അവിടെ. അങ്ങനെ നേരത്തെ കാണിച്ച 2 മാലയിൽ ഞാൻ അങ്ങ് കൺഫ്യൂസ്ഡായി. അവസാനം പിന്നെ ഇതങ്ങ് ചൂസ് ചെയ്തു. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ നേരെ കല്യാണ വീട്ടിലെത്തി. കല്യാണ വീട്ടിൽ ചെന്നു, കല്യാണപ്പെണ്ണിനെ കണ്ടു, ഗിഫ്റ്റ് കൊടുത്തു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് രാവിലെ കല്യാണത്തിനായി പോയി. ഞങ്ങളവിടെ കറക്റ്റ് ടൈമിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ ചെക്കനും ഞങ്ങളും ഒരേ ടൈമിലായിരുന്നു എൻട്രി. അത്തോളിയുള്ള മിയാമി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അങ്ങനെ ചെക്കൻ എത്തി. ചെക്കനെ വരവേറ്റ് സ്റ്റേജിലേക്ക് ഇരുത്തി. പിന്നെ നെക്സ്റ്റ് പെണ്ണിൻ്റെ ഊഴായിരുന്നു. പെണ്ണിനെ സ്റ്റേജിലേക്ക് അണിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെണ്ടമേളമൊക്കെ ഉണ്ടായിരുന്നു. തൻവി ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെണ്ടമേളമൊക്കെ ഉള്ള ഒരു കല്യാണം ഇങ്ങനെ കൂടുന്നത്. അതുകൊണ്ട് അവൻ അത്യാവശ്യം എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലും ഒക്കെ ആയിരുന്നു. ഞാൻ പിന്നെ ഹാളിൽ എത്തിയ പാടത്തിന് തൻവീൻ്റെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ബ്രൈഡ്സ് റൂമിലേക്ക് പോയി. എന്നിട്ട് ബ്രൈഡിനെ കണ്ടു, കുശലാന്വേഷണമൊക്കെ പറഞ്ഞു. ഒത്തിരി ഹാപ്പിയായി അവളെ ആ ഒരു ബ്രൈഡ് വേഷത്ത് കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നാൾ കാത്തിരുന്ന് കിട്ടിയൊരു കല്യാണമാണ്. അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അങ്ങനെ പിന്നെ കല്യാണ പരിപാടികളെല്ലാം ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ ചടങ്ങുകളൊക്കെ തുടങ്ങി. പൂജയ്ക്കെല്ലാം ശേഷം അവരങ്ങനെ താലി കിട്ടിയ പിന്നെ ഓഫ് കോഴ്സ് നെക്സ്റ്റ് ഫുഡ് തന്നെയാണല്ലോ. കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു അടിപൊളി സദ്യ കഴിക്കുന്നത്. തൻവി രാവിലെ ചായക്ക് ഒന്നും തന്നെ കഴിക്കാത്തതുകൊണ്ട് ആൾക്ക് നന്നായി വിശന്നു തുടങ്ങിയിരുന്നു. ഹാളിൽ കയറി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെ വിശക്കുന്നു പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ കയറിയിരുന്നു. അങ്ങനെ ഇലയിൽ എല്ലാ ഐറ്റംസും വിളമ്പി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ചോറെത്തി, സാമ്പാർ വന്നു, കാളൻ വന്നു, അടിപൊളി 2 തരം പായസം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ തൻവി ഉള്ളതുകൊണ്ട് ആസ്വദിച്ച് കഴിക്കുക എന്നുള്ള പരിപാടി എനിക്ക് അങ്ങനെ നടന്നിട്ടില്ല. എന്നാലും ഞാൻ കഴിച്ചു. ന്യൂ ഇയറിലെ സദ്യ അടിപൊളി, പായസം സൂപ്പർ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞു. പെണ്ണിൻ്റെയും ചെക്കൻ്റെയും കൂടെ കയറി നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പം